ഈ കർണാടക കേരള അതിർത്തിയിലെ രാത്രി യാത്രയ്ക്കുള്ള ഇപ്പോഴത്തെ നിരോധനം അത് നീങ്ങുമോ? ബംഗളൂരുവിൽ നിന്ന് കെ ശ്രീധരൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. നമുക്കൊപ്പം ശ്രീധരൻ, ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചങ്ങോട്ടുമൊക്കെ യാത്ര വലിയ സുഗമമാവും ഇത്തരത്തിൽ ഒരു നിരോധനമൊക്കെ നീങ്ങിയിരുന്നെങ്കിൽ. അതിനെ എന്തൊക്കെ മാർഗങ്ങൾ മുന്നോട്ട് വെച്ചാലും ഇരു കൂട്ടർക്കും യോജിക്കാവുന്ന തരത്തിൽ അത് മുന്നോട്ട് പോയാൽ നന്നായിരുന്നു, അല്ലേ? ഏറ്റവും പ്രധാനം ബംഗളൂരു മൈസൂരു മലയാളികൾ അല്ലെങ്കിൽ കർണാടകയുടെ ഈ ഭാഗത്തുള്ള തെക്കൻ ഭാഗത്തുള്ള മലയാളികളെ സംബന്ധിച്ച് ഈ രാത്രിയാത്രാ നിരോധനം വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതായത് രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ ബന്ദിപ്പൂർ ദേശീയോദ്യാനം വഴി വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. മുൻകാലങ്ങളിൽ അത് കടത്തിവിട്ടിരുന്നു. പിന്നീട് ഈ വന്യമൃഗങ്ങൾക്ക് വലിയ ദോഷം, അത് ചാവുകയും വാഹനമിടിച്ച് ചാവുകയും പരിക്കേൽക്കുകയൊക്കെ സ്ഥിരം സംഭവമായതോടുകൂടിയാണ് കർണാടക വനം വകുപ്പ് ഇത്തരത്തിലൊരു നിരോധനം കൊണ്ടുവന്നത്. ഇതോടുകൂടി തന്നെ കേരളത്തിലേക്കുള്ള ചരക്ക് നീക്കം, അതുപോലെ തന്നെ അടിയന്തര യാത്രക്കാർ, അതായത് ഏറ്റവും ദൂരം കുറഞ്ഞ ഒരു പാതകളിലൊന്നാണ്, അല്ലെങ്കിൽ വളരെയധികം ചുറ്റി കൂർഗിലൊക്കെ പോയി ചുറ്റി മടിക്കേരി ഗോണിക്കുപ്പ വഴിയൊക്കെ ചുറ്റി പോയിട്ട് വേണം കേരളത്തിലേക്ക് മാനന്തവാടിയിലേക്ക് എത്തിച്ചേരാൻ. ഏതായാലും ഈ ബന്ദിപ്പൂർ വഴിയുള്ള ഈ യാത്രാ നിരോധനം നീക്കിയാൽ അത് വളരെയധികം ഗുണകരമാകും. അതിനാണ് ഇപ്പോൾ ഒരു സൊല്യൂഷൻ രീതിയിൽ MK രാഘവൻ MP ഇടപെടുന്നത്. ഈ വിഷയത്തിൽ ഒരു ആകാശപാത, അതായത് ഈ വനമേഖലയിലൂടെ പൂർണ്ണമായിട്ടും തൂണുകളിൽ എലവേറ്റഡ് ഹൈവേ വേണം എന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് അദ്ദേഹം DK ശിവകുമാറിനെയും കർണാടക മുഖ്യമന്ത്രിയെ കണ്ടു. മുൻകാലത്ത് സിദ്ധരാമയ്യ ഈ പദ്ധതിക്ക് വളരെയധികം എതിരായിരുന്നു. ഈ രാത്രിയാത്രാ നിരോധനം നിൽക്കുന്നതൊക്കെ സംബന്ധിച്ച് വലിയ എതിർപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഇപ്പോൾ ഭരണം മാറിയ സാഹചര്യത്തിൽ DK ശിവകുമാർ ഇത്തരം വികസന പ്രവർത്തനങ്ങളോട് കുറച്ചുകൂടി അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്നാണ് കേരളത്തിൽ നിന്ന് നേതാക്കൾ പറയുന്നത്. പലയിടത്തും ഏതാണ്ട് ശ്രീധരൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളികൾക്ക് യാത്രാ സൗകര്യം വർദ്ധിച്ചാൽ അത് വലിയ ഉപകാരപ്രദമായ കാര്യമാണ്. കെ ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്.